ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെലസ്റ്റിയൽ ഹാർട്ട് കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ഒരു പ്രാവശ്യം കൂടി വചനം ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി ദൈവത്തിന് ആയിരം സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 13 അധ്യായം 13 1 Corinthians chapter 13 verse 13. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നമ്മൾക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സെലസ്റ്റിയൽ ഹാർട്ട് കൂട്ടായ്മയിലുള്ള ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാൻ തന്ന കൃപകൾക്കായിട്ട് ദൈവത്തിന് ആയിരം സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ വണ്ണം ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കുമാറാക്കണമേ. സെലസ്റ്റിയൽ ഹാർട്ട് കൂട്ടായ്മയിലുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ ചിറക് അടിയിൽ കാത്തുപരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. So now faith, hope and love abide, these three, but the greatest of these is love. 1 കൊരിന്ത്യർ 13 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സ്നേഹത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. ഇതിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. 1 യോഹന്നാൻ 4 അധ്യായം 12 പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും അന്യോന്യം സ്നേഹിക്കേണ്ടതാവുന്നു. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. യോഹന്നാൻ 3 അധ്യായം 16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. ദൈവം പറയുന്നത്, യേശുക്രിസ്തു പറയുന്നത്, ശത്രുവിനെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ലവ് ഈസ് ഗ്രേറ്റർ ദാൻ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. ലവ് നെവർ ഫെയിൽസ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം,
ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ നമുക്ക് കാണാം. നമ്മുടെ സ്നേഹം എപ്പോഴും നിർവ്യാജ സ്നേഹമായിരിക്കണം. നമ്മുടെ സ്നേഹം പലപ്പോഴും കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹമായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരെ തെറ്റിലേക്ക് വിടുന്ന സ്നേഹമായിരിക്കാം. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. The love for Christ is a reflection of His love for all people. ദൈവം നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമ്മളും തമ്മിൽ സ്നേഹിക്കേണ്ടതാവുന്നു. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ സ്വന്തം സഹോദരനെ, അയൽക്കാരനെ നമ്മൾക്ക് സ്നേഹിക്കാൻ ഇല്ല എങ്കിൽ കാണാത്ത നമ്മുടെ ദൈവത്തെ നമ്മൾക്ക് എങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിയും? നമ്മുടെ സ്വന്തം സഹോദരനെയും അയൽക്കാരനും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാവുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ കർത്താവെ, ഞങ്ങൾ നിന്നെ വിശന്നു കണ്ടിട്ടും ഭക്ഷിപ്പാൻ തരികയോ, ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ, അതിഥിയായിട്ട് കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ, നഗ്നനായിട്ട് കണ്ടിട്ട് ഉടുപ്പിക്കുകയോ, രോഗിയായിട്ടോ തടവിലോ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞു. ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനോ നിങ്ങൾ ചെയ്യേടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അടുത്തുള്ളവരോട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. ഇങ്ങനെയൊന്നും ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ലല്ലോ കർത്താവേ. ഈ ഏറ്റവും ചെറിയവരിൽ നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാവുന്നു ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാവുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ലൂക്കോസ് 10:27 വാക്യത്തിൽ പറയുന്നു. അതിൽ നല്ല കൂട്ടുകാരനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട്. നല്ല ശമരിയക്കാരനെ കുറിച്ച് ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവന് വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി. അതുവഴി വന്ന ലേവിനോ പുരോഹിതനോ അവനെ കണ്ടിട്ട് വഴിമാറി കടന്നുപോയി. എന്നാൽ ശമരിയക്കാരൻ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ കെട്ടി തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. പിറ്റേന്ന് പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശും കൊടുത്തു. അധികം വല്ലതും ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ഈ മൂവരിൽ യഥാർത്ഥ കൂട്ടുകാരൻ അവനോട് കരുണ കാണിച്ചവനാണ്. ഇതിൽ നമ്മൾ കാണുന്നത് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കുവാനും ദയ കാണിക്കാനും സത്യത്തിൽ സന്തോഷിക്കുവാനും എല്ലാം പൊറുക്കുവാനും വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും സഹിക്കുവാനും സാധിക്കുകയുള്ളൂ. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.